രാവിലെ ഉണർന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് രാവിലെ ഒരു 11 മണിയോടുകൂടി ഞങ്ങളിവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. വാഷിംഗ്ടൺ DC ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കരമായിട്ട് അറേഞ്ച്ഡ് ആണ്. അതുപോലെ ഭയങ്കര നീറ്റാണ്. ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അതിൽ വീടുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ എബ്രഹാം ലിങ്കൺ മെമ്മോറിയൽ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഇപ്പം. അപ്പം ഞങ്ങൾ ഇന്ന് വെതർ നോക്കിയപ്പോൾ നല്ല ഒരു ചൂടാണെന്ന് അറിഞ്ഞു. അത് വെയിലും ഉണ്ട് വൈകുന്നേരം വരെ. വൈകുന്നേരം എന്തോ ഒരു മഴ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാനൊരു കോട്ടൺ ഡ്രസ്സാണ് വെയർ ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഡ്രസ്സാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ ഇതിലൂടെ എന്ത് പെയർ ചെയ്യും, ഏത് കളർ കൊടുക്കണം എന്നാലോചിച്ചപ്പോൾ സിൽവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര കളർഫുള്ളായിട്ട് വേണ്ട, എന്നാൽ അത്യാവശ്യം നല്ലൊരു ജ്വല്ലറിയും കൊടുക്കണം. അപ്പം ഞാനിങ്ങനെ നമ്മുടെ ബീൻ സ്റ്റൈലിൽ നിന്ന് തന്നെയുള്ള ADയുടെ നല്ലൊരു ചെറിയൊരു ഹാങ്ങിങ് കമ്മലെടുത്തിട്ടുണ്ട്. അത് വെയർ ചെയ്തു. പക്ഷെ കളർ ചേഞ്ച് ഒട്ടും വരാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഈവൻ അത്യാവശ്യം നനഞ്ഞാൽ പോലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പം അതിൻ്റെ കൂടെ വള എന്തിടുമെന്ന് ആലോചിച്ചപ്പം ഈ ബ്യൂട്ടിഫുൾ ബാങ്കിളാണ് ഇന്ന് വെയർ ചെയ്തിരിക്കുന്നത്. ഇത് കാർട്ടിയർ എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ കോപ്പിയാണ്. ഇതിന് 3 ഷെയ്ഡിലാണ് അവൈലബിൾ ആവുന്നത്. ഒന്ന് ഗോൾഡൻ, ഒന്ന് ഈ സിൽവർ, അതിൻ്റെ കൂടെ തന്നെ ബ്ലാക്കും ഉണ്ട്. ആക്ച്വലി ഇത് പെയർ ചെയ്യേണ്ടത് ബ്ലാക്കും ഗോൾഡും അല്ലെങ്കിൽ ബ്ലാക്കും സിൽവറും കൂടെയാണ്. പക്ഷെ ഞാൻ സിൽവർ കമ്മൽ മാത്രം ഇട്ടത് കൊണ്ട് സിൽവർ ബാങ്കിൾ ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള വാച്ചും കൂടെയാണ് ഇന്ന് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാം ഡ്രസ്സ് ചെയ്തിറങ്ങി തന്നെ എനിക്ക് തന്നെ നല്ലൊരു കോൺഫിഡൻസ് തോന്നി. അതുപോലെ മോൾ ഇന്ന് വെയർ ചെയ്തിരിക്കുന്ന ഒരു കോട്ടൺ ഒരു ഡ്രസ്സാണ്. അപ്പം അതിൻ്റെ കൂടെ അവൾ പെയർ ചെയ്തിരിക്കുന്നതും നമ്മുടെ ബീൻ സ്റ്റേരിയിൽ നിന്ന് തന്നെയുള്ള നല്ല ഭംഗിയുള്ള ഏറ്റവും വെയിറ്റ് ഇല്ലാത്ത ഒരു എന്താ പറയുന്ന ഒരു നോർമൽ കൈൻഡ് ഓഫ് ഒരു കമ്മലാണ്. കോപ്പർ ഷെയ്ഡ്. അത് ഭയങ്കര രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിനകത്ത് കോപ്പറിൽ ഭയങ്കര ഡെയിൻറ്റി സ്റ്റോൺസാ. അപ്പൊ നമുക്ക് ഡ്രസ്സസിന്റെ കൂടെയും വർക്കിലായാലും ഇത് ഇടാൻ പറ്റും. ഒട്ടും ഓവറായിട്ട് തോന്നത്തില്ല. വെസ്റ്റേൺ ആയിട്ടും പെയർ ചെയ്യാം, ട്രഡീഷണലിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു കമ്മല. നല്ല ജോമെട്രിക് ഷേപ്പുമാണ്. ഇതൊക്കെ ശരിക്കും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈസി ആയിട്ട് വെയർ ചെയ്യാം. ഭയങ്കര കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത്ര പെട്ടെന്നൊന്നും കളറൊന്നും ചേഞ്ച് വരത്തില്ല. അപ്പൊ എനിക്കത് അവള് വെയർ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ ഫാൻസി ഡ്രോപ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് മോൾ വെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കമ്മലെന്ന് പറഞ്ഞാൽ ADയുടെ വെറൈറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം.